അല്ല, തീർച്ചയായും മലയാളിയെ മുഴുവൻ നാണിപ്പിക്കുന്ന വാർത്തകളാണ് മലയാളം സർവകലാശാലയിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ സർക്കാരിൻ്റെ നിലപാടല്ല ഇത്. ഈ സർക്കാരിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയായിട്ട് സംസാരിച്ചിരുന്നു, ഇവിടുത്തെ MLA ആയിട്ട് സംസാരിച്ചിരുന്നു, അടിയന്തരമായി ഇവരെ കാണാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നേരിട്ട് വന്ന് സംസാരിച്ചത്. നാളെ ഞായറാഴ്ചയാണ്, എങ്കിൽ പോലും ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറെ ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ അടിയന്തരമായ ചർച്ചയ്ക്ക് തയ്യാറാകണം എന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരം അനീതികൾ വെച്ച് പൊറുപ്പിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. നിങ്ങൾക്കറിയാം, വി ഡി സതീശൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം എടുത്ത ഓരോ നിലപാടുകളും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും ഇത്തരം പിന്നോക്ക വിഭാഗങ്ങൾക്കും അനുകൂലമായും അവരെ സംരക്ഷിക്കുന്നതുമാണ്. അവരെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം ചില നിയമപരിഷ്കാരങ്ങൾ പോലും കേരളം പോലെ പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്തുണ്ടാക്കിയത്. ആ നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തുന്നു എന്നാണ് ഇവരുടെ ആരോപണം. ആ ആരോപണത്തെക്കുറിച്ച് കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. അവർ പറയുന്ന സർവകലാശാലയിലെ ചില അധ്യാപകരെക്കുറിച്ചാണ്. സംഭവിച്ച കാര്യങ്ങൾ സത്യമാണെങ്കിൽ അവർ പറയുന്നതിന് വിശ്വാസം എടുത്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതീവ ഗൗരവമുള്ളതും ഈ സർവകലാശാലക്കും മലയാളിക്കും പ്രത്യേകിച്ച് പുതിയ ഗവൺമെൻറ്റിനൊക്കെ പിന്നെ മാനഹാനി ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് സർവകലാശാലയ്ക്ക് നടക്കുന്നത്. അത് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് സർക്കാരിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ വളരെ ആധികാരികമായി പറയുന്നു, ഇത് സർക്കാരിൻ്റെ നിലപാടല്ല, ഇത് തിരുത്തിപ്പിക്കാൻ ഇവിടെ ഗവൺമെൻറ് ഉണ്ട് എന്ന് ബന്ധപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു കുട്ടി പഠിക്കാൻ വരുന്നൊരു വിദ്യാർത്ഥിയെ കൊണ്ട് ക്ലാസ് മുറി തുടപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അത് കേവലം ഒരു ആരോപണത്തിനപ്പുറത്തേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലയാളിയെ നാണിപ്പിച്ച് തലതാഴ്ത്തേണ്ട ഒന്നാണ്. അപ്പോൾ അവർ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ യാഥാർത്ഥ്യമുണ്ടോ ഇല്ലയോ എന്ന അന്വേഷണം നടക്കണം. അത് ഉണ്ട് എന്ന വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അവരുടെ വിശ്വാസത്തിലെടുത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ കൃത്യമായ അന്വേഷണം നടക്കണം. 2025 മുതലുള്ള പരാതി ഇവരുടെ മാത്രമല്ല, സമാനമായ പരാതി ഒന്നിലധികം ഉണ്ട്. മറ്റു കുട്ടികളുടെ പേരും പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരാൾ മാത്രമായി അങ്ങനെ പറയില്ല. ഇപ്പോൾ ഇവർ പറയുന്നത് ഒരു കുട്ടി കളവ് പറയുന്നു എന്നാണെങ്കിൽ എല്ലാ കുട്ടികളും കളവ് പറയുമോ? ഇപ്പോൾ സമരപന്തലിൽ തന്നെ മറ്റൊരു വിദ്യാർത്ഥി ഇരിക്കുന്നു. ഈ കുട്ടിയുടെ പരാതി ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതിൻ്റെ പേരിൽ സർവകലാശാല മെമ്മോ കൊടുക്കുന്നു. അങ്ങനെ ഒരു രാജഭരണമൊന്നുമല്ല ഇവിടുത്തെ മലയാള സർവകലാശാല നടക്കുന്നത്. അങ്ങനെ ഒരു രാജാവ് ഭരിക്കുന്ന ഒരു സർവകലാശാലയല്ല മലയാള സർവകലാശാല. രജിസ്ട്രാർക്ക് മുകളിലും VC മുകളിലും ഒരു ഗവൺമെൻറ് ഉണ്ട്, അവിടെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, അതിനൊരു സംവിധാനം ഉണ്ട് എന്ന് അവരൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. അവർ മെമ്മോ കൊടുക്കാൻ, അങ്ങനെ ഷെയർ ചെയ്യുമ്പോഴേക്കും മെമ്മോ കൊടുക്കേണ്ട കാര്യമൊന്നും സർവകലാശാലയ്ക്കില്ല. അങ്ങനെ ധിക്കാരപൂർവ്വം ഞങ്ങളുടെ കയ്യിലാണ് ഈ അധികാരപരിധി മൊത്തം എന്ന് വിശ്വസിക്കൊന്നും വേണ്ട. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിവുള്ള ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി പക്ഷത്ത് നിൽക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ട്. ഗവൺമെൻറ് അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കും. തീർച്ചയായും ഞാൻ അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവരോട് സംസാരിക്കുമ്പോൾ ഇവിടുത്തെ ഇന്റേണൽ കമ്മിറ്റിയെ സംബന്ധിച്ച് ഇവർക്ക് ഡിസ്പ്യൂട്ട് ഉണ്ട്. ഇന്റേണൽ കമ്മിറ്റിയുടെ ഭാരവാഹികളെക്കുറിച്ച് നേരത്തെ തന്നെ പരാതിയുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും പുറത്തൊരു ഏജൻസിയാണ് അന്വേഷിക്കേണ്ടത്. അങ്ങനെ ഒരു ഏജൻസി എന്ന രീതിയിൽ ഇവർക്ക് മുകളിൽ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ വകുപ്പാണ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ച് അതിന് വേണ്ട അന്വേഷണത്തിന് വേണ്ടിയുള്ള ഒരു രൂപം ഉണ്ടാക്കണം. അത് കൃത്യമായി അന്വേഷണം നടക്കണം. ഇനിയൊരു വിദ്യാർത്ഥിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഈ വിഷയത്തിൽ സർവകലാശാല ഇറങ്ങുന്ന ഒരു വിശദീകരണ കുറിപ്പിൽ ഇവർ പറയുന്ന ആരോപണങ്ങൾക്ക് തെളിവില്ല എന്നൊരു വാർത്താക്കുറിപ്പാണ് അവസാനമായിട്ട്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ പച്ചക്കള്ളം പറയുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് സർവകലാശാല വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അല്ല, സർവകലാശാലയുടെ വാർത്താക്കുറിപ്പിനെ തള്ളേണ്ടതോ ഇവരുടെ തള്ളേണ്ടോ കാര്യം നമുക്കിപ്പോൾ ഇല്ല. ഞാൻ പറയുന്നത് ഇതിൻ്റെ ആധികാരികമായ ഒരു അന്വേഷണം നടക്കണം. ഇവരും ആവശ്യപ്പെടുന്നതാണല്ലോ, ഒരു എക്സ്റ്റേണൽ ഏജൻസി ഇത് അന്വേഷിക്കണമെന്നതാണ്. അപ്പോൾ എക്സ്റ്റേണൽ ഏജൻസി അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് വസ്തുതാപരമായ അന്വേഷണം നടക്കട്ടെ, ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. സർവകലാശാലയ്ക്ക് അങ്ങനെ വാദം ഉന്നയിക്കാം. പക്ഷേ ഇവർ പറയുന്ന വാദം, ഞങ്ങളിത് പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് എന്തായാലും നടപടിയെടുക്കണം, ഈ അന്വേഷണം പാടില്ല എന്ന് കുട്ടി പറയുന്നില്ല. കുട്ടി പറയുന്നതും ഒരു എക്സ്റ്റേണൽ ഏജൻസി അന്വേഷിക്കണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ വൈസ് ചാൻസലർ അതിന് തയ്യാറാക്കണം. അടിയന്തരമായി വിദ്യാർത്ഥികളെ ചർച്ച നടത്തണം. ഇങ്ങനെ ഈ മഴയത്ത് ഇങ്ങനെ തെരുവിൽ ഇങ്ങനെ സമരം ചെയ്തിരിക്കേണ്ട ഒരു കാലം കേരളത്തിലൊക്കെ എന്നോ അത് അതിക്രമിച്ച് കഴിഞ്ഞു പോയിട്ടുണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥിക്ക് ഇപ്പോഴും അവരുടെ അവകാശത്തിന് വേണ്ടി ഇങ്ങനെ സമരം ഇരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ് കാലത്ത് അനുവദിക്കാൻ കഴിയുന്നല്ല. അടിയന്തരമായി പറ്റുമെങ്കിൽ നാളെ തന്നെ ചർച്ച നടത്തി പുറത്ത് ഒരു അന്വേഷണം, ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ അന്വേഷിക്കാമെന്ന ഉറപ്പിൻ്റെ മുകളിൽ തന്നെ ഈ സമരത്തെ നേരിടാൻ കഴിയും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിയെ ഫോൺ വിളിച്ചിരുന്നു, കിട്ടിയിട്ടില്ല. മന്ത്രിയോട് സംസാരിച്ച് ഇന്ന് തന്നെ ഇവരുമായി സംസാരിച്ച് അതിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ശ്രമിക്കും. സ്വാഭാവികം, ഞാൻ സർക്കാരിൻ്റെ ഭാഗമാണ്, സർക്കാരിൻ്റെ UDF സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്നൊരു MLA ആണ്. അതുകൊണ്ട് തീർച്ചയായും ഈ ഗവൺമെൻറ് നയനിലപാടുകളുടെ ഭാഗം തന്നെയാണ് ഞാനിവിടെ വന്നത്. സർക്കാർ ഇവരുടെ കൂടെയുണ്ട്, വിദ്യാർത്ഥികൾക്കൊപ്പമുണ്ട്, സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കൊപ്പമാണ്. ഇവർ പറയുന്നത് ന്യായമാണ്, ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ ശരിയാണ്. അതുകൊണ്ട് ഇപ്പോൾ നടപടിയെടുക്കണം എന്നല്ല അവർ പറയുന്നത്. അന്വേഷണം നടത്താൻ തയ്യാറാകണം എന്നതാണ്. അവർ എക്സ്റ്റേണൽ ഏജൻസി അന്വേഷിക്കട്ടെ, ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോട്ടെ.